ഇന്ന് കേരള PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കേരള PSCയുടെ നിലവിലത്തെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി വർദ്ധിപ്പിക്കാൻ പോകുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്ന് വ്യക്തമായിട്ട് ഈ കാര്യത്തെ ഒന്ന് മനസ്സിലാക്കി. മക്കളെ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഉള്ള, അതായത് ഓഗസ്റ്റ് മാസം 31 മുമ്പായിട്ട് അവസാനിക്കുന്ന, ഓഗസ്റ്റ് മാസം 31 അതിന് മുന്നേയോ അവസാനിക്കുന്ന നിലവിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളുടെ കാര്യമല്ല. നിലവിൽ ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് റാങ്ക് ലിസ്റ്റുകൾ വന്നു. ആ റാങ്ക് ലിസ്റ്റുകളുടെ മുന്നേ ഉണ്ടായിരുന്നത് കഴിഞ്ഞുപോയി, കാലാവധി കഴിഞ്ഞുപോയി. അതിനുശേഷം ഈ സമയങ്ങളിലൊക്കെ കാലാവധി കഴിയാനായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ ഏതൊക്കെയാണോ, അങ്ങനെ ഓഗസ്റ്റ് മാസം 31 വരെയുള്ള റാങ്ക് ലിസ്റ്റുകൾ ഏതൊക്കെയാണോ ആ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്ക് നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കാനായിട്ട് കേരള PSCയോട് നിർദ്ദേശിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രകാരം നോക്കി, ഓഗസ്റ്റ് 31 കാലാവധി തീരുന്ന PSC റാങ്ക് ലിസ്റ്റ് നവംബർ 30 വരെ നീട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഓഗസ്റ്റ് 31 തൊട്ട് നവംബർ 30 വരെ ആകുമ്പോൾ അത് ഏകദേശം എത്ര വരെ വരും? 3 മാസത്തെ കൂടിയുള്ള ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ചീഫ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട VD സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറെ അധികം റാങ്ക് ലിസ്റ്റുകളുടെ മൂവ്മെന്റുകളെ ബാധിച്ചിട്ടുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചരണവും അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ നോട്ടിഫിക്കേഷനും ഒക്കെ നിലവിലുണ്ടായിരുന്നത് കൊണ്ട് നിയമനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? ഒരു പ്രതീക്ഷ നൽകുന്ന, PSC ഉദ്യോഗാർത്ഥികളോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന തരത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് ഏത് റാങ്ക് ലിസ്റ്റിനെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുക? നമ്മളെ സംബന്ധിച്ച് സബ് ഇൻസ്പെക്ടർ 572, 574 ആ ഒരു നിരയിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ഗുണം ചെയ്യാൻ പോകുന്നതാണ്. അതേപോലെ ഒട്ടനവധി റാങ്ക് ലിസ്റ്റുകൾ, കാലാവധി ഇരുന്ന പല വിഭാഗങ്ങളിലുള്ള ഒട്ടനവധി റാങ്ക് ലിസ്റ്റുകൾക്ക് ഇത് ഗുണം കിട്ടും. അപ്പൊ അത് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പല റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നീട്ടിപ്പോവുകയാണ്. അപ്പൊ ഇനി ചിലപ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ അനുകൂലമായ നിലപാട് സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ തീർച്ചയായിട്ടും മക്കളെ, നല്ലൊരു കാലം ഉണ്ടാവട്ടെ. ഗവൺമെന്റ് ഏത് പാർട്ടിയുടേത് എന്നതിനേക്കാൾ അപ്പുറം അതാണ് ഇവിടെ ചിന്തിക്കാൻ. ഇപ്പൊ ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗത്ത്, UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കേണ്ട നീതി തന്നെയാണ്. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു സൂചന ഈ കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് അഭിപ്രായം. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു കാലാവധി പൂർത്തിയാകുന്നത് സങ്കടത്തോടൊക്കെ ഇരുന്ന ആളുകൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ പഠനം എന്ത് ചെയ്യുക, തുടരുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പ്രതീക്ഷിക്കാം, കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാവട്ടെ ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. കൃത്യമായി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ കൂടി ഇനിയും ഉണ്ടാവണം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം ജോലി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ പഠനം ആ രീതിയിൽ കൊണ്ടുപോവുക. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. LDC നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതൊക്കെ ഈ ഗവൺമെന്റ് കാലത്തുള്ള നോട്ടിഫിക്കേഷനുകളാണ്. അതേപോലെ നിലവിലുള്ള നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷകൾ നടക്കാൻ പോകുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ വേക്കൻസികൾ, റാങ്ക് ലിസ്റ്റുകളൊക്കെ വരാനായിട്ടുണ്ട്. അത്തരത്തിൽ ശുഭകരമായിട്ടുള്ള വാർത്തകൾ മുന്നോട്ട് പ്രതീക്ഷിക്കാം. പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. സർക്കാരിന് എല്ലാവിധ അനുകൂല നിലപാടുകളും സർക്കാരിൽ നിന്ന് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഈ കാലയളവിനുള്ളിൽ കാലാവധി നീട്ടുന്നതിനുള്ളിൽ ഉണ്ട് എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു സെഷനിൽ കാണാം. ഈ വാർത്തയൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു സന്തോഷകരമായ വാർത്തയാണ്. ഇത് നിലവിലത്തെ ഉദ്യോഗാർത്ഥികളെ ഒന്നും യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. കാരണം എന്താണ്, നിലവിലുള്ളവർക്ക് അനുകൂലമായിട്ട് നമുക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിൽക്കുമ്പോഴും അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അതിനെ അങ്ങനെ മാത്രമേ കാണാവൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്.